ചില കാര്യങ്ങളെല്ലാം നടക്കും, ചില വട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, ചിലർ തെറ്റെല്ലാം ചെയ്യും. അതെല്ലാം ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിവെക്കുന്ന ഒരു പോളിറ്റിക്സ് ചെയ്യുന്നത് കോൺഗ്രസും CPM അല്ലേ? അല്ല, ഞങ്ങൾ അങ്ങനെ നോക്കൂ ഈ നാട്ടിൽ, ഈ ഇന്ത്യയിൽ എല്ലാവർക്കും അവരുടെ വിശ്വാസവും അവരുടെ ഫെസ്റ്റിവൽസും ആഘോഷിക്കാൻ എല്ലാവിധ അവകാശമുണ്ട്. അതാണ് നമ്മുടെ ഭരണഘടനയും കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ്. ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഭരണഘടനയും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ എതിരെ നടപടി എടുക്കണം. അതല്ല ഫാക്റ്റ്. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വിവാദമാക്കുകയല്ല, അതിന് പൊളിറ്റിക്കൽ അവസരമാക്കി മാറ്റുകയല്ല, അവരെതിരെ കേസ് ഫയൽ ചെയ്യണം. അത് ഞങ്ങളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ 100% അതിന് TV ക്യാമറേൻ്റെ മുമ്പിൽ പോയി വിവാദമാക്കാനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്. അവരെ പിടിച്ച് ജയിലിലാക്കാനോ അല്ല അവരെ എഗൻസ്റ്റ് കേസ് ഫയൽ ചെയ്യണം. അതല്ലേ നമ്മളുടെ എല്ലാവരും കടുമ. പബ്ലിക് ലൈഫിലുണ്ടെങ്കിൽ തെറ്റ് ചെയ്യുന്നവരെ കണ്ട് മനസ്സിലാക്കി അവരെതിരെ കേസ് ഫയൽ ചെയ്യണം. അതിനെ കൊണ്ടുവന്ന് ഇവിടെ വിവാദമാക്കി ജനങ്ങളുടെ നടുവിൽ ഒരു വിഭജനം കൊണ്ടുവരാൻ ഒരു ശ്രമം, അതാണോ ചെയ്യേണ്ടത്? ഞാൻ അങ്ങനെയല്ല കാണുന്നത്. എൻ്റെ മുമ്പിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഉടനെ എൻ്റെ ഒരു കർത്തവ്യം, ഒരു കടുമയായിട്ട് ഞാൻ അവരെതിരെ കേസ് ഫയൽ ചെയ്യും. അവരെതിരെ അണ്ടർ ലോ എന്താണ് പ്രൊവിഷൻ അത് ഫയൽ ചെയ്യും. അതാണ് ചെയ്യേണ്ടത്. CBI ആസ്ഥാനത്ത് ഉപരാഷ്ട്രപതി വന്നപ്പോൾ ഉപരാഷ്ട്രപതി അവിടുത്തെ ആൻഡ്രൂസ് താഴത്തെ പിതാവിനോട് പറഞ്ഞു ഓൾ ടൈം വിത്ത് യു എന്ന്. സമാനമായി പ്രധാനമന്ത്രി ഇവിടെ എത്തിയപ്പോഴും എപ്പോഴും ഒപ്പം ഉണ്ടാവും എന്നുള്ളൊരു വാക്ക് നൽകി. അല്ല, നോക്കൂ ഇത് ഞങ്ങളെക്കുറിച്ച് കുറേ കാലമായിട്ട് പ്രചരണം നടത്തിയത് ഞങ്ങൾ ഇതാണ് മറ്റേതാണെന്നെല്ലാം പറഞ്ഞത്. പ്രധാനമന്ത്രി 2014 മുതൽ ഒരു ഒറ്റ കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് പറഞ്ഞത് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി സബ്കാ സാത്ത് സബ്കാ വികാസിന് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹം അതിന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതാണ് നമ്മുടെ പാർട്ടീൻ്റെ ഐഡിയോളജി. പക്ഷേ നമ്മളുടെ എതിരെ ഇരിക്കുന്ന ചില പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, അവരിങ്ങനെ പ്രചരണം നടത്തും. 1.4 ബില്യൺ ഇന്ത്യൻസിലുള്ള ഈ രാജ്യത്തിൽ ചില കാര്യങ്ങളെല്ലാം നടക്കും, ചില വട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, ചിലർ തെറ്റെല്ലാം ചെയ്യും. അതെല്ലാം ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിവെക്കുന്ന ഒരു പോളിറ്റിക്സ് ചെയ്യുന്നത് കോൺഗ്രസും CPM അല്ലേ? അല്ല, ഇന്നലെ നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞത് കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നു. 10 കൊല്ലം ഭരിച്ച് അദ്ദേഹം ഭരിച്ച ഒരു നാടിൽ ഇന്നാണ് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് പറയാൻ ഒരു അവസരം. എന്താ സംഘ് ഇതാണ് ക്രിസ്മസിന് സമയം പറയേണ്ടത്. ഞാൻ 10 കൊല്ലം ഭരിച്ചു, ഞാൻ ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു, ഇതെല്ലാം പറയേണ്ടത്. അതൊന്നും ചെയ്യാണ്ട് ജനങ്ങളെ ശ്രദ്ധ തിരിക്കുക, ജനങ്ങളെ വെടിയാക്കാൻ ഒരു ശ്രമം. ഞാൻ പറഞ്ഞത് ഇവിടെ കേരളത്തിൽ വന്ന് പറഞ്ഞപ്പോൾ ഇനി അത് ഞങ്ങൾ സമ്മതിക്കില്ല. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യണം. ഈ ഷൂട്ട് ആൻഡ് സ്കൂട്ട് രാഷ്ട്രീയം ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ, വിവാദം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം, ഡിബേറ്റ് ചെയ്യണം. എന്താണ് സത്യം നമ്മൾ കണ്ടുപിടിക്കണം. ശരി, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ.